Good morning. Good morning, ma'am. Morning. Good morning. Good morning. Good morning to all. എന്തൊക്കെയുണ്ട് സുഖാണോ? എല്ലാവരും സുഖമായിരിക്കുന്നോ? സുഖം. ഒരു കാര്യമുണ്ട്, പിന്നെ പറയാം കേട്ടോ. ആ, സർപ്രൈസ്. ചെറിയൊരു സർപ്രൈസ്. എങ്ങനെയുണ്ടായി സാറ്റർഡേ സൺഡേ ഒക്കെ? എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടായോ? ആസ് യൂഷ്വൽ. ഓക്കെ. എങ്ങനെയുണ്ട് തേർഡ് ഫോർത്ത് മോഡ്യൂളൊക്കെ പഠിക്കാൻ പറ്റുന്നുണ്ടോ ഇതൊക്കെ? അതാണോ സർപ്രൈസ്? ഈ ചാപ്റ്റർ ലോങ് ആണെന്നുള്ളതാണോ സർപ്രൈസ്? അതൊന്നല്ലോ. ഓക്കെ ഓക്കെ, എല്ലാവരും സുഖമായിട്ടാണെന്ന് വിചാരിക്കുന്നു. ക്ലാസ് തുടങ്ങാം. ചാപ്റ്റർ 3 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പേജ് നമ്പർ അറിയില്ലല്ലോ മാർട്ടിൻ. പേജ് നമ്പർ ഒന്ന് ആരെങ്കിലും പറഞ്ഞു കൊടുത്തേ. PDF പേജ് നമ്പർ കാണിക്കില്ല. 36. പേജ് നമ്പർ 36 ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. Module 3. Chapter name Human Resource Management. Okay. Note here. In order to achieve the organizational goals, which are most likely to be multiple, a well-run organization devises a set of rules, sometimes called policies, programs, rules, regulations, procedures, or guidelines. In order to achieve the organizational goals. എന്താണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാല്? ഓർഗനൈസേഷൻ എന്താണ് ഒരു ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? ഒരു സ്ഥാപനം അല്ലേ? പ്രത്യേകമായി കുറച്ച് ലക്ഷ്യങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ഒരു സ്ഥാപനം അല്ലെ? മെയിൻ ആയിട്ടൊരു ഗോൾ ഉണ്ടായിരിക്കും. എയിം ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഉണ്ടാകുന്ന ഒരു സ്ഥാപനം, കമ്പനി അല്ലെ? അല്ലെങ്കിൽ എന്താണ് ഒരു സംഘടന എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോ ഒരു ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യണമെങ്കിൽ എന്താണ് പ്രത്യേകതരം കുറച്ച് ലക്ഷ്യങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ? നമുക്ക് വെറുതെ ഒരു ഓർഗനൈസേഷൻ ഒന്നും സ്റ്റാർട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അതിൻ്റെതായ പ്രൊസീജിയേഴ്സ് ഒക്കെ നോക്കി അതിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വേണം ഓരോ കാര്യങ്ങളും ചെയ്ത് മാത്രമേ ആ ഒരു ഓർഗനൈസേഷൻ, ഒരു സംഘടനയിൽ എന്തുണ്ടാവുള്ളൂ, വിജയം ഉണ്ടാവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ അല്ലെ? അപ്പൊ ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും. ഒരുപാട് സ്റ്റെപ്പുകൾ കടന്നാൽ മാത്രമേ നമുക്ക് ഒരു ഓർഗനൈസേഷൻ ഗോളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ? നമ്മളിപ്പോ ഒരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങി. സ്റ്റാർട്ടപ്പ് തുടങ്ങുന്നതിന് മുമ്പ് എന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ അതിന് മുന്നേ ചെയ്യേണ്ടി വരും അല്ലെ? ഒരു ഷോപ്പ് തുടങ്ങണമെങ്കിൽ എന്താണ് അതിന് ചിലപ്പോൾ നമുക്ക് പൈസ ഇല്ലെങ്കിൽ അതിന്റെ ലോൺ, പിന്നെ അതിന്റെ പ്രൊസീജിയേഴ്സ്, പിന്നെ ആ ഒരു സ്റ്റാർട്ടപ്പിന്റെ മറ്റ് കാര്യങ്ങൾ അല്ലെ? ആ ഒരു ക്യാപിറ്റൽ നമ്മൾ കണ്ടെത്തണം. ആ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള മെയിൻ്റെനൻസ്, അതിനുള്ള ആവശ്യമായിട്ടുള്ള എന്താണ് എല്ലാ റിസോഴ്സസും റെഡിയാക്കണം.
അതിനുശേഷം അതിനുള്ളിൽ ആരൊക്കെ വർക്ക് ചെയ്യണം, ഏതൊക്കെ തരത്തിലുള്ള വർക്കിംഗ് ആണ്, എങ്ങനെയൊക്കെയാണ്, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കണം അല്ലെ. അതൊന്ന് റൺ ചെയ്ത് പതിയെ പതിയെ പോകുന്നതനുസരിച്ച് അതിലുണ്ടാകുന്ന ആ ഒരു എന്താണ് ലാഭമാണ് അല്ലെ, അതിലെ ലാഭമാണ് ആ ഒരു ഓർഗനൈസേഷന്റെ വിജയം എന്ന് പറയുന്നത്. നല്ല രീതിയിൽ ആ ഒരു സ്ഥാപനം പോവുകയാണെങ്കിൽ എന്താണ് അതൊരു വിജയത്തിലേക്കാണ് പോകണമെന്ന് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ എല്ലാത്തിന്റെയും പുറകിൽ തുടങ്ങുന്നതിന് മുമ്പും തുടക്കത്തിലും തുടർന്ന് പോകുമ്പോഴും എന്താണ് ഓരോ സ്ഥാപനത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരുപാട് റെഗുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, വിജയം ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു ഓർഗനൈസേഷൻ ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി ഒരു ഓർഗനൈസേഷൻ, ഒരു സംഘടന തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിലെന്താണ് കുറച്ച് കാര്യങ്ങളൊക്കെ പ്രീ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അല്ലെ. പ്രീ ഡിറ്റർമിൻ ആയിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ്സുകൾ അതിലുണ്ടായിരിക്കും. എന്തൊക്കെയാണ് ആ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? പോളിസീസ്, പ്രോഗ്രാംസ്, റൂൾസ്, റെഗുലേഷൻസ്, പ്രൊസീജിയർ ഓർ ഗൈഡ് ലൈൻ. ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ആ ഒരു ഓർഗനൈസേഷൻ നല്ല രീതിയിൽ പോകണമെങ്കിൽ വേണ്ടത്? നല്ല രീതിയിൽ ഒരു പോളിസി ഉണ്ടായിരിക്കണം അല്ലെ, നല്ല നയങ്ങൾ ഉണ്ടായിരിക്കണം. ദെൻ പ്രോഗ്രാംസ്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസുകൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം, ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ അതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ദെൻ റൂൾസ് അല്ലെ, പ്രത്യേകമായിട്ടുള്ള നിയമാവലികൾ ഉണ്ടായിരിക്കണം. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ആണ് മാർക്കിൽ നമ്മൾ എടുക്കുന്നത്. കാണാൻ പറ്റുന്നില്ല പേര്? എന്താണ് കൺഫ്യൂഷൻ? നിങ്ങൾക്ക് ചാപ്റ്റർ കിട്ടിയില്ലേ? Martin, chapter 3, Human Resource Management, page number 36, module 3. Martin കിട്ടിയില്ല? നോക്കൂട്ടോ. ഓക്കെ, അപ്പൊ എന്താണ് പോളിസീസ്, പ്രോഗ്രാംസ്, ദെൻ റൂൾസ്, പ്രത്യേക നിയമാവലികൾ, ദെൻ റെഗുലേഷൻസ്, ഒരുപാട് റെസ്ട്രിക്ഷൻസ്, റെഗുലേഷൻസ്, ദെൻ പ്രൊസീജിയേഴ്സ്, ഗൈഡ് ലൈൻസ്. ഒരു സ്ഥാപനം, ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം അല്ലേ. ഇത്തരം കാര്യങ്ങളിൽ ആ ഒരു പ്രൊസീജിയർ, ഒരു സംഘടന തുടങ്ങുന്നതിൽ അതിൻ്റെതായ രീതിയിലുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ അതിനൊരു എന്തുണ്ടാവുള്ളൂ, അത് അച്ചീവ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു ഗോളിലേക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ വെറുതെ ഒന്നും ഒരു സ്റ്റാർട്ടപ്പ് നമുക്ക് തുടങ്ങാനൊന്നും പറ്റില്ല. അതിൻ്റെതായ പ്രൊസീജിയേഴ്സും റൂൾസ് ആൻഡ് റെഗുലേഷൻസും എല്ലാം അനുസരിച്ച് മാത്രമേ നമുക്കൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ടും അത് തുടർന്ന് കൊണ്ടുപോകാനായിട്ടൊക്കെ സാധിക്കുള്ളൂ. ഓക്കെ, then 4 types of resources in an organization. ഒരു സംഘടനയിൽ, ഒരു ഓർഗനൈസേഷനിലെ 4 ടൈപ്സ് റിസോഴ്സസ്, 4 ടൈപ്പ് വിഭവങ്ങളാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് ആ റിസോഴ്സസ്? 4 ടൈപ്സ് ഓഫ് റിസോഴ്സസ് ഏതൊക്കെയാണ്? മണി, മെറ്റീരിയൽ, മെഷീനറി, ഫിക്സ്ഡ് അസറ്റ്സ് ആൻഡ് മെൻ, ഹ്യൂമൻ റിസോഴ്സസ്. എന്തൊക്കെയാണ് 4 ടൈപ്പ് റിസോഴ്സസ്? ഒരു ഓർഗനൈസേഷനിലെ 4 പ്രധാനപ്പെട്ട വിഭവങ്ങൾ അഥവാ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഒന്ന് മണി അല്ലെ, പണം, then മെറ്റീരിയൽസ്, then മെഷീനറി, ഫിക്സ്ഡ് അസറ്റ് ആണ് അല്ലെ. മെഷീനറി എന്ന് പറയുന്നത് എന്താണ്? ഫിക്സ്ഡ് ആയിട്ടുള്ള അസറ്റ്സ് ആണ്. then men, ഹ്യൂമൻ റിസോഴ്സസ്. അപ്പൊ ഇവിടെ ഹ്യൂമൻ റിസോഴ്സസ് എന്ന രീതി പറയുന്നത് ആരെയാണ്? മനുഷ്യ വിഭവം അല്ലെ. ഏറ്റവും ഒരു ഓർഗനൈസേഷനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിസോഴ്സസ് ആണെന്ത്? മെൻ അഥവാ ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് അല്ലെ. മനുഷ്യന്റെ പവറിന്, മെഷീനിന്റെ പവറിനെ പോലെയല്ല മനുഷ്യ വിഭവശേഷി എന്ന് പറയുന്നത് അല്ലെ. ഒരു ഓർഗനൈസേഷന് ഒത്തിരി ഹ്യൂമൻ റിസോഴ്സസ്, ഒത്തിരി തൊഴിലാളികൾ ഉണ്ടായിരിക്കും. അവരെയൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോരുത്തരെയും കൊണ്ടുപോകുന്നതിൽ ഒരുപാട് ഡൈനാമിക്സുകൾ വരുന്നുണ്ട്. നമ്മൾ തുടർന്നുള്ള ഭാഗങ്ങളിൽ അത് പഠിക്കും. ഓക്കെ,
അപ്പൊ നിങ്ങൾ ആദ്യം എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു ഓർഗനൈസേഷന്റെ 4 പ്രധാനപ്പെട്ട ടൈപ്സ്, 4 റിസോഴ്സസ് ആണ് എന്ത്, 4 പ്രധാനപ്പെട്ട വിഭവങ്ങളാണ് എന്ത്, മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ എന്ന് പറയുന്നത്. അത് അണ്ടർലൈൻ ചെയ്യാട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. An organization cannot accomplish their objectives without human efforts. എന്താണ്? മനുഷ്യനെ കൂടാതെ, മനുഷ്യവിഭവമില്ലാതെ ഒരു ഓർഗനൈസേഷനും എന്താണ് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഹ്യൂമൻ എഫേർട്സ്, മനുഷ്യന്റെ എഫേർട്ട് ഇല്ലാതെ ഒരു ഓർഗനൈസേഷൻ എന്താണ് വിജയിക്കാനായിട്ട് സാധിക്കില്ല, അല്ലെ? മിഷനറി മാത്രം മതി ഒരു ഓർഗനൈസേഷന്. ആ മിഷനറി പ്രവർത്തിക്കണമെങ്കിൽ, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോന്ന് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? മനുഷ്യന്റെ എഫേർട്സ് ഉണ്ടായിരിക്കണം, അല്ലെ? തൊഴിലാളികളുടെ എഫേർട്സ് ഉണ്ടായിരിക്കണം. അല്ലാതെ ഒരു ഓർഗനൈസേഷനും അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ, ഹ്യൂമൻ എഫേർട്സ് ഇസ് ആൻ ഇമ്പോർട്ടന്റ്, അല്ലെ? ഇമ്പോർട്ടന്റ് ആയ ഫാക്ടർ ആണ് എന്ത്, ഹ്യൂമൻ എഫേർട്ട് എന്ന് പറയുന്നത്. Then managing the human component is the pivotal and most important task because all else depends on how well it's done. Managing the human component എന്താണ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും ഒരു ഓർഗനൈസേഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു വിഭവം അല്ലെങ്കിൽ റിസോഴ്സ് എന്ന് പറയുന്നത് ആരാണ്? ഹ്യൂമൻ ആണ്, അല്ലെ? മനുഷ്യനാണ്. അതുപോലെ തന്നെ എന്താണ്, ഹ്യൂമൻ എഫേർട്സ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഓർഗനൈസേഷൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അച്ചീവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷെ വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ത്, മാനേജിങ് ദ ഹ്യൂമൻ കമ്പോണന്റ്. ആ മനുഷ്യവിഭവം, അതായത് എംപ്ലോയീസിനെ മാനേജ് ചെയ്യാന്ന് പറയുന്നത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടാസ്കുകളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് എന്ത്, ഹ്യൂമൻ ബിഹേവിയേഴ്സ്, അല്ലെ? അവർ എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും, എല്ലാ തൊഴിലാളികളും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കുള്ളൂ. അപ്പൊ അവരെയൊക്കെ മാനേജ് ചെയ്യാന്നുള്ളത് എന്താണ്, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഒരു ഓർഗനൈസേഷനിലെ എല്ലാവരും ഒരേ സ്വഭാവമുള്ള ആരെങ്കിലും ആയിരിക്കുമോ? എല്ലാവരും ഒരേ സ്വഭാവമുള്ളവരായിരിക്കും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്? അല്ല, അല്ലെ? ഡിഫറെന്റ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡും ദെൻ അവർക്ക് പല അവരുടേതായ ഡിഗ്നിറ്റി ഉള്ള പേഴ്സൺസ് ആയിരിക്കുള്ളൂ എല്ലാവരും. അപ്പൊ അങ്ങനെയുള്ളവരെ ഒരു ഓർഗനൈസേഷനിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, അല്ലെ? അതപ്പോ അതെങ്ങനെയൊക്കെ മാനേജ് ചെയ്യാം, ഹ്യൂമൻ റിസോഴ്സ് എങ്ങനെ മാനേജ് ചെയ്യാം എന്നാണ് നമ്മള്, അതായത് തൊഴിലാളികൾ എങ്ങനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാം ഒരു ഓർഗനൈസേഷൻ, അല്ലെ? അവർക്ക് ഫുൾഫിൽ ചെയ്യാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, അതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ ഉടനെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, as a result, the managers have a prime responsibility not only for the behavior and performance of other people but also of their own department. Greater commitment of the members to organizational goals. The greater is the degree of effectiveness with which the organization works. എന്താ പറയുന്നത്? As a result, manage have a prime responsibility. എന്താണ് prime responsibility എന്ന് പറയുന്നത്? ഈ ഒരു എല്ലാ മനുഷ്യ തൊഴിലാളികൾ, എല്ലാ ഹ്യൂമൻസിനെയും ഒരേപോലെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലി തന്നെയാണ്, അല്ലെ? അത് മാനേജ് ചെയ്യുന്ന ആൾക്കാണ് അത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിൽ ഒരു മാനേജർ ഉണ്ടായിരിക്കും, അല്ലെ? ഈ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുന്ന ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും. അവർക്ക് അത് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റിയാണ്, ഇതെല്ലാം ഒരേപോലെ കൊണ്ടുപോകുക എന്ന് പറയുന്നത്. ഇനി ഒരു സ്ഥാപനം വിജയിക്കണമെങ്കിൽ അവിടെയുള്ള തൊഴിലാളികൾക്ക് എന്തുണ്ടായിരിക്കണം? ആ ഒരു സ്ഥാപനത്തോടെ എന്തുണ്ടായിരിക്കണം? ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം, അല്ലെ? ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യുന്നതിൽ. ഇപ്പോ നിങ്ങൾ പഠിക്കുന്നു, നിങ്ങളിപ്പോ ഒരു ഓർഗനൈസേഷനിൽ പഠിക്കും, ഞാൻ വർക്ക് ചെയ്യാണ് ഈ ഓർഗനൈസേഷനിൽ. ഇതിന്റെ അച്ചീവ്മെന്റിന് എന്താണ്? എനിക്ക് നല്ല രീതിയിൽ ക്ലാസ് എടുക്കണം, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, എങ്കിൽ മാത്രമേ കുട്ടികൾ വരുള്ളൂ, കുട്ടികൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ എന്താണ്, ആ സ്ഥാപനം മോശമായി പോകും. അങ്ങനെ ഒരു അവസ്ഥ വരാൻ പാടില്ല. അപ്പൊ എന്താണ്, അത്തരത്തിൽ നമുക്ക് ഒരു സ്ഥാപനത്തോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. നിങ്ങളോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കും. നിങ്ങൾ പഠിക്കണം, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, അത് ഏതൊരു സ്ഥാപനമായാലും എന്താണ്, ഏതൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്താലും നമുക്ക് ആ ഒരു സ്ഥാപനത്തോട് ഒരു കമ്മിറ്റ്മെന്റ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും, അല്ലെ? ഏത് സ്ഥാപനത്തിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും. പക്ഷെ നമുക്ക് എന്താണ്, നമുക്ക് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, നമുക്ക് ഏൺ ചെയ്യണം, നമുക്ക് പൈസ ഉണ്ടാവണമെങ്കിൽ
നല്ല ഫ്യൂച്ചർ ഉണ്ടാവണമെങ്കിൽ എന്താണ് നമ്മൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തേ മതിയാവും അല്ലെ. അപ്പൊ ഏതൊരു ഓർഗനൈസേഷൻ ആയിക്കോട്ടെ അവരോട് നമുക്കൊരു പ്രതിബദ്ധത ഉണ്ടായിരിക്കണം അല്ലെ. എങ്കിൽ മാത്രമേ നമ്മൾക്കൊരു ആത്മാർത്ഥത കാണിച്ചാൽ മാത്രമേ ആ ഒരു സ്ഥാപനം വികസിക്കൂ. ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കള്ളത്തരോ മോശമായ പ്രവർത്തിയൊക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ് ആ സ്ഥാപനത്തിന്റെ പേര് തന്നെ ചിലപ്പോൾ ഇല്ലാണ്ടായിരിക്കും. ഗ്രേറ്റർ ഓക്കെ ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഇല്ലാത്ത പക്ഷം എന്താണ് ആ ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. Then human resources or people at work are the major component of an organization. Human resources or people at work, the major component of one organization. Or organization main component എന്ന് പറയുന്നത് ആരാണ്? Human resources ആണ്. അത് അണ്ടർലൈൻ ചെയ്യാം ട്ടോ. Human resources or people at work are the major component of one organization. An organization main component എന്ന് പറയുന്നത് human resources ആണ്. മനുഷ്യവിഭവശേഷി തന്നെയാണ് എന്ത് ഒരു സംഘടനയുടെ ഏറ്റവും വലിയ കമ്പോണന്റ് എന്ന് പറയുന്നത്, ഏറ്റവും വലിയൊരു ഘടകം എന്ന് പറയുന്നത്. It is the human resources which is the most important in the success of any organization, because most of the problems in organizational settings are human and social rather than physical, technical or economic. മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാല് പറഞ്ഞു ഹ്യൂമൻ റിസോഴ്സസ് ആണ് ഒരു ഓർഗനൈസേഷന്റെ സുപ്രധാന ഘടകം എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു എന്താണ് ആ സംഘടന വിജയിക്കണമെങ്കിൽ അവരിൽ എന്തുണ്ടായിരിക്കണം? എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള ഒരു ഓർഗനൈസേഷൻ ആയിരിക്കാം. പക്ഷെ എന്താണ് ആ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ തരണം ചെയ്തുകൊണ്ട് തന്നെ എന്താണ് ഫിസിക്കലായിട്ടും സോഷ്യലായിട്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്ന് വരാം അല്ലെ. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ എല്ലാ ബുദ്ധിമുട്ടുകളും നേരിടുന്ന ഒരു സ്ഥാപനമായിരിക്കും. അപ്പൊ അതൊക്കെ മറികടന്ന് തന്നെ എന്താണ് മറികടന്നുകൊണ്ട് വേണം ആ ഒരു ഓർഗനൈസേഷനെ പിടിച്ചു നിൽക്കുവാനും ആ ഒരു നമ്മുടെ വർക്ക് എത്രത്തോളം ഒരു ഹ്യൂമൻ റിസോഴ്സസ് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും അതിനനുസരിച്ച് പ്രവർത്തിക്കാനൊക്കെ എന്താണ് നിൽക്കേണ്ടത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും എന്താണ് ഓരോ സംഘടനയാകുമ്പോൾ എന്താണ് ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ നേരിട്ടെന്ന് വരുന്നു. പക്ഷെ അതിലൊക്കെ അതൊക്കെ മറികടന്നുകൊണ്ടായിരിക്കണം അവിടെ നമ്മൾ പ്രവർത്തിക്കേണ്ടത്. ഇൻഡിവിജ്വൽസ് ഹു ആർ അറ്റ് വർക്ക് പ്ലേസ്, നിങ്ങളത് വായിച്ചു പോയാൽ മതി കേട്ടോ. ഇവിടെ ഒന്നും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളില്ല, ഞാൻ പറയാം. ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന ഭാഗങ്ങൾ മാത്രം അണ്ടർലൈൻ ചെയ്താൽ മതി. Individuals who are at workplace show not only similar behavior patterns and characteristics to a certain degree, but they also show many differences in behavior. Each individual who works its own sets of needs, drives, goals, and experience. എന്താ പറയുന്നത്? The individuals who are at workplace show not only similar behavior. അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരേപോലത്തെ ബിഹേവിയർ ആയിരിക്കും ഉണ്ടായിരിക്കുക. സിമിലർ ബിഹേവിയർ ആയിരിക്കില്ല അല്ലെ. ഒരേപോലത്തെ സ്വഭാവ സവിശേഷതകളുള്ളതായിരിക്കില്ല അല്ലെ. ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ സ്വഭാവങ്ങളുള്ള ആൾക്കാരായിരിക്കും അവിടെ വർക്ക് ചെയ്യുന്നത്. ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആണ്. എല്ലാവർക്കും എന്തുണ്ട്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളവരാണ് എല്ലാവരും അല്ലെ. ഓക്കെ. അപ്പോ ആ ഒരു ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഏത് വർക്കിനായാലും കാണിച്ചിരിക്കും. Each individual who works has its own sets of needs. ഏതൊരു വ്യക്തിയാണെങ്കിലും എന്താണ് അവർക്ക് അവരുടേതായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെ. അവർക്ക് പ്രത്യേകമായ ഒരു ഗോൾ ഉണ്ടായിരിക്കും, ലക്ഷ്യം ഉണ്ടായിരിക്കും, അവരുടെ ആവശ്യങ്ങൾ ഉണ്ടായിരിക്കും. അതിന് വേണ്ടിയിട്ടായിരിക്കാം അവര് ആ ഒരു സംഘടനയിലെ ഓർഗനൈസേഷനില് വർക്ക് ചെയ്യാനായിട്ട് വന്നിരിക്കുന്നത് അല്ലെ. നമ്മളെല്ലാവരും ഓരോരോ പർപ്പസിന് വേണ്ടിയല്ലേ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഒരു പർപ്പസിനില്ലാതെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് ചെയ്യുമോ? ഇല്ല. നമുക്ക് ഓരോ ലക്ഷ്യങ്ങളുണ്ട്, എന്തിനും ഓരോ ലക്ഷ്യങ്ങളുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെതായ ഓരോ കാര്യങ്ങളിലൂടെ മുന്നോട്ട് പോകും. അതെന്തൊക്കെ വഴിയാണെങ്കിലും നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ എന്താണ് ആ ഒരു ഗോൾ അവിടെ ഉണ്ടെങ്കിൽ അതിലെത്തിച്ചേരാനുള്ള മാർഗവും അതിലുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ എല്ലാവരും ഡിഫറെന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് വ്യത്യസ്തമായ ആശയങ്ങളും എന്താണ് ആവശ്യങ്ങളാണുള്ളത്. ഓക്കെ. Each individual's who works have its own sets of needs, drive, goals, and experiences.
Each human being is a product of his biological inheritance as well as a result of interaction with his environment. എന്താണ് ഈച്ച് ഹ്യൂമൻ എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാ പറയുന്നത്? ഓരോ മനുഷ്യനും അവന്റെ ചുറ്റുപാടുകളിൽ എല്ലാവരും വ്യത്യസ്തരാണ് അല്ലെ. ഈച്ച് ഹ്യൂമൻ ബീങ്സ് ആർ പ്രൊഡക്റ്റ് ഓഫ് ഹിസ് ബയോളജിക്കൽ ഇൻഹെറിറ്റൻസ്. അവൻ നമ്മളുടെ ആ ഒരു ജൈവ പരിസ്ഥിതിയിൽ ജൈവ പൈതൃകത്തിൽ എന്താണ് എല്ലാവരും വ്യത്യസ്തരാണ്. എല്ലാവർക്കും പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ എൻവയോൺമെന്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നവരാണ് അല്ലെ. നമുക്കൊരു പരിസ്ഥിതിയിൽ നമുക്ക് എങ്ങനെ പെരുമാറണമെന്ന് നമുക്കറിയാം അല്ലെ. അപ്പൊ എല്ലാവരും എന്താണ് എല്ലാവർക്കും എങ്ങനെ പെരുമാറണം, ഏത് രീതി പെരുമാറണം, എങ്ങനെ പെരുമാറരുത് എന്നൊക്കെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കുന്നവരാണ്. ഇന്ററാക്ട് ചെയ്യാനായിട്ട് അറിയുന്നവരാണ് അല്ലെ. പീപ്പിൾ ടു പീപ്പിൾ ഇന്ററാക്ഷൻ കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരാണ് ഒരു ഓർഗനൈസേഷനിൽ മിക്കവാറും വർക്ക് ചെയ്യുന്നത്. People come to the workplace with some specific motives അല്ലെ. ഒരാള് ഒരു ജോലി സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു പ്രത്യേക മോട്ടീവ് അനുസരിച്ച് അല്ലെ, ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം. എന്തൊക്കെയായിരിക്കാം? ടു ഏൺ മണി. എന്താണ് ടു ഏൺ മണി? മണി എന്തിനു വേണ്ടിയിട്ടാണ് ഒരു ഓർഗനൈസേഷൻ നമ്മൾ എന്തിനാ ജോലിക്ക് പോകുന്നത്? സാലറി കിട്ടാനായിട്ട്, നല്ല പണം കിട്ടാനായിട്ട് അല്ലെ. ടു ഏൺ മണി, then to get employment അല്ലെ, നല്ലൊരു തൊഴിൽ കിട്ടാനും, then to have better prospects in future, നമ്മൾക്ക് ഭാവിയിലേക്ക് നല്ല രീതിയിൽ ജീവിക്കാനുള്ള ഒരു അവസരം അല്ലെ. നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്ഥാപനത്തില് ജോലിക്ക് പോകുന്നത്. Then to be treated as a human being while they are the place of work. Then എവിടെ എങ്ങനെ ജോലിക്ക് ചെയ്താൽ പോലും എന്താണ് നമ്മൾ അവിടെ ഹ്യൂമൻ ബീയിങ് ആയിട്ട്, ഒരു മനുഷ്യനായിട്ട് പരിഗണിക്കുന്നിടത്ത് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ മൃഗത്തെ പോലെ പണിയെടുപ്പിക്കുന്ന സ്ഥലത്തൊന്നും നമുക്ക് നല്ല രീതിയിലൊന്നും വർക്ക് ചെയ്യാനൊന്നും സാധിക്കും. നമുക്ക് കുറച്ച് ലക്ഷ്യങ്ങളുണ്ട് അല്ലെ. നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ കിട്ടാനും, നല്ല സാലറി കിട്ടാനും, പിന്നെ സമൂഹത്തിൽ ഒരു നല്ല നിലയും വിലയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് എല്ലാ വ്യക്തികളും ജോലിക്ക് പോകുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മോട്ടീവ്സ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പീപ്പിൾ കം ടു ദ വർക്ക് പ്ലേസ് വിത്ത് സം സ്പെസിഫിക് മോട്ടീവ്സ്. അവിടെ നിന്ന് അണ്ടർലൈൻ ചെയ്തേ. പീപ്പിൾ കം ടു ദ വർക്ക് പ്ലേസ് വിത്ത് സം സ്പെസിഫിക് മോട്ടീവ്, ലൈക്ക് ടു ഏൺ മണി, ടു ഗെറ്റ് എംപ്ലോയ്മെന്റ്, to have better prospects in the future, to be treated as a human being while they are the place of work. അവിടെ വരെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. പണം സമ്പാദിക്കുക, ജോലി നേടുക, ഭാവിയിൽ മികച്ച പ്രതീക്ഷകൾ ഉണ്ടാകുക, അതുപോലെ തന്നെ ജോലി സ്ഥലത്തുള്ള ആ സമയത്ത് നമ്മൾ ഒരു ഹ്യൂമൻ ബീയിങ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ അല്ലെ, മനുഷ്യനായിട്ട് പരിഗണിക്കുന്ന സ്ഥലത്ത് മാത്രമേ നമുക്ക് എന്താണ് അവിടെ വർക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ. ഓക്കെ, they sell their labor for reasonable wage, salary and other benefits. These people provide the knowledge and much of energy by which organizational objectives are fulfilled. The management must therefore be aware not only of the organizational but also employee and self needs. എന്താണ് ന്യായമായിട്ടുള്ള സാലറി കിട്ടിയിരിക്കണം അല്ലെ. ഏതൊരു ഓർഗനൈസേഷൻ ആണെങ്കിലും എന്താണ് അവിടെ വർക്ക് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അവർക്ക് കൃത്യമായി ടൈമില് എന്താണ് അവർക്ക് കൃത്യമായി സാലറി അല്ലെ, പണം നൽകിയിരിക്കണം അല്ലെ, കൂലി നൽകിയിരിക്കണം. ലേബർ ഫോർ റീസണബിൾ വേജസ്, റീസണബിൾ ആയിട്ടുള്ള അവർ ചെയ്യുന്ന തൊഴിലിന് അവർക്ക് അർഹതപ്പെട്ട എന്താണ് വേതനം കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ എന്താണ് സാലറി മാത്രമല്ല, അതർ ബെനിഫിറ്റ്സുകൾ ഉണ്ട്, ഇൻസെന്റീവ്സുകൾ, അതുപോലെ തന്നെ എന്തെങ്കിലും പ്രൊവിഡന്റ് ഫണ്ട്സുകൾ, PF ഒക്കെ അല്ലെ. അത്തരത്തിൽ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയാൽ മാത്രമേ എന്താണ് അവർക്ക് എന്തെങ്കിലും അതുകൊണ്ട് നേട്ടം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചെയ്യുന്ന തൊഴിലിന് കൃത്യമായി പൈസ കൊടുത്തില്ലെങ്കിൽ എന്താണ് ചിലപ്പോ 1-2 മാസം കൊണ്ട് ചിലപ്പോൾ ആ വർക്കേഴ്സ് അവിടെ പണിയെടുക്കും. അത് കഴിഞ്ഞാൽ എന്താണ് മറ്റൊരു ജോലി തേടി അവർ പോകും അല്ലെ. അപ്പൊ ഒരു ഓർഗനൈസേഷൻ വിട്ട് മറ്റൊരു ജോലി സ്ഥലത്തേക്ക് മാറാനായിട്ടും അവര് ചാൻസസ് ഉണ്ട്. കൃത്യമായി ജോലി ചെയ്യുന്ന ആൾക്ക് വ്യക്തമായിട്ട് തന്നെ കൃത്യമായ പണം സാലറി കൊടുക്കേണ്ടതാണ്. ഓക്കെ,
അപ്പൊ എന്താണ്, അപ്പൊ ഒരു തൊഴിലാളിക്ക് കൊടുക്കേണ്ട എല്ലാ അവകാശങ്ങളെ കുറിച്ചും, അവർക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സുകൾ കൊടുക്കണം, എങ്ങനെയൊക്കെ സാലറി കൊടുക്കണം, എന്തൊക്കെ മറ്റ് സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി കൊടുക്കണം എന്നതിനെ കുറിച്ച് ആ ഒരു ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്ന ആൾക്കാർ, ആ ഒരു ടീം എന്താണ് അതിലും ബോധവാന്മാരായിരിക്കും അല്ലെ. അവരുടെ അതായത് ചെയ്യുന്ന ഹ്യൂമൻ ബീങ്സിന് അല്ലെ, അതായത് അവിടെ ചെയ്യുന്ന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള വേതനം കൃത്യമായി കൊടുക്കുക, അവർക്കുള്ള ബെനിഫിറ്റ്സുകള്, ബോണസുകള്, PF മുതലായ മറ്റു കാര്യങ്ങളെല്ലാം തന്നെ കൃത്യമായി ചെയ്തു കൊടുക്കേണ്ടത് ആരാണ്, അവിടുത്തെ ഹ്യൂമൻ മാനേജ്മെന്റ് ചെയ്യുന്ന ആ ഒരു ടീമാണ് അല്ലെ. അപ്പൊ അവർക്ക് എന്തുണ്ടായിരിക്കണം, അവർക്ക് ജീവനക്കാരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെ, ആ തൊഴിലാളികളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ കണ്ടും അവരെ മനസ്സിലാക്കിയിട്ടും വേണം, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം എന്ത് ഈ അവിടുത്തെ ഓർഗനൈസേഷനിലുള്ള ഹെഡ് ഓഫ് ദി ടീം എന്ന് പറയുന്ന ആൾക്കാര് ബിഹേവ് ചെയ്യേണ്ടത്. അല്ലാതെ എംപ്ലോയീസിന്റെ ആവശ്യങ്ങളൊന്നും മനസ്സിലാക്കാതെ അതൊക്കെ തിരസ്കരിച്ചു കൊണ്ടുപോകുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ എന്താണ്, അവിടുന്ന് തൊഴിലാളികൾ പിരിഞ്ഞു പോകും അല്ലെ, ആരും തന്നെ ആ ഒരു ഓർഗനൈസേഷനില് വർക്ക് ചെയ്യില്ല. എന്തിനാണ് തന്റെ ആവശ്യങ്ങളൊന്നും നിറവേറ്റില്ലെങ്കിൽ പിന്നെ എന്തിനാണ് താൻ അവിടെ നിൽക്കുന്ന ഒരു ചിന്ത വരും അല്ലെ. അപ്പൊ മറ്റവസരങ്ങൾ നേടിയിട്ട് അവര് പോകാനുള്ള ചാൻസസ്. ഒരു ഓർഗനൈസേഷനിലാവുമ്പോൾ അവരുടേതായ ആവശ്യങ്ങൾ, തൊഴിലാളികളുടെ ആവശ്യങ്ങള് അതാണ് ഏറ്റവും പ്രധാനം അല്ലെ. ഹ്യൂമൻ റിസോഴ്സിന്റെ ആവശ്യങ്ങളാണ് ഏറ്റവും എന്താണ് നിർബന്ധമായി നിറവേറ്റി കൊടുക്കേണ്ടത്. അപ്പോ അത് ആരുടെ ചുമതലയാണെന്നാണ് പറയുന്നത്, the management must therefore be aware not only in organization but also employees and self-mates അല്ലെ. ആ ഓർഗനൈസേഷൻ മാനേജ് ചെയ്യുന്ന ടീമാണ് തൊഴിലാളികളുടെ ആവശ്യങ്ങള് നിറവേറ്റി കൊടുക്കേണ്ടത്. ഓക്കെ, യെസ്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? ഇതൊക്കെ ഒന്ന് വായിച്ചു പോയാൽ മതി കേട്ടോ. അതിന്ന് ഇമ്പോർട്ടന്റ് ആയത് മാത്രമേ ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളൂ. യെസ്, 4 type of resources ഏതൊക്കെയാണെന്ന് അറിയാലോ? ഏതൊക്കെയാണ്? മണി, മെറ്റീരിയൽ, മെഷീനറി ആൻഡ് മെൻ. ഓർഗനൈസേഷന് 4 types of resources in an organization. പാരഗ്രാഫ് ഫുള്ള് അണ്ടർലൈൻ ചെയ്യണേ. An organization cannot accomplish their objectives without human efforts. എന്താണ് ഒന്നുകൂടി പറയേണ്ടത് സുഷ? ഈ സെക്കൻഡ് പാരഗ്രാഫ് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണ്. സെക്കൻഡ് പാരഗ്രാഫും ഗ്രേറ്റർ കമ്മിറ്റ്മെന്റ് തുടങ്ങി ഓർഗനൈസേഷണൽ വർക്ക് വരെ അണ്ടർലൈൻ ചെയ്യാം. ഗ്രേറ്റർ കമ്മിറ്റ്മെന്റ് തുടങ്ങി ഓർഗനൈസേഷൻ വർക്ക്സ് വരെ അണ്ടർലൈൻ ചെയ്യാം. Then third പാരഗ്രാഫില് human resources or people at work the major component of an organization. ആ ഒരു ലൈൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. സ്പെസിഫിക് മോട്ടീവ്സ് എന്തിനു വേണ്ടിയിട്ടാണ് തൊഴിലാളികൾ ഒരു ഓർഗനൈസേഷനിൽ വരുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ്. Specific motives like to earn money, to get employment, to have better prospects in future. Then to be treated as human being വരെയുള്ളത് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Okay. It's a very important and challenging job in managing people because of the dynamic nature of the people. എന്താണ്? It's a very important challenge. ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് എന്താണ്? Managing people because of the dynamic nature of the people. അല്ലെ, നമ്മൾ പറഞ്ഞ ഒരു ഓർഗനൈസേഷനിൽ എല്ലാ തൊഴിലാളികളും എന്താണ്? ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളവരാണ് അല്ലെ. എല്ലാവരിലും എന്താണ്? വ്യത്യസ്ത സ്വഭാവങ്ങളാണ് അല്ലെ, ഡൈനാമിക് ആയിട്ടുള്ള നേച്ചർ ആണ്.
ഒരാളും ഒരേപോലെയല്ല ബിഹേവ് ചെയ്യുന്നത്. സിമിലർ ആയിട്ടുള്ള ഒരു ബിഹേവിയേഴ്സ് ആർക്കും എല്ലാവരും എല്ലാവരിൽ നിന്നും വ്യത്യസ്തരാണ്. അപ്പോ ഡൈനാമിക് നേച്ചർ ഉള്ള പീപ്പിളിനെ, വ്യത്യസ്തരായിട്ടുള്ള വിവിധതരം സ്വഭാവങ്ങളുള്ളവരെ മാനേജ് ചെയ്യാന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ചാലഞ്ചിങ് ജോബ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. Important challenging job in managing people because of the dynamic nature of people. Underline ചെയ്യാം. തൊഴിലാളികളെ മാനേജ് ചെയ്യുക, ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളിയായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നത്. Now, two people are alike. People cannot be operated like a machine or shifted and altered like a template in a room layout. എന്താണ് മനുഷ്യ വിഭവം എന്ന് പറയുന്നത്? അല്ലെ, മനുഷ്യരെ നമുക്ക് മെഷീൻസിന് ഓപ്പറേറ്റ് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ ഒരു ടെംപ്ലേറ്റ്സ് ഒക്കെ മാറ്റുന്നത് പോലെ മാറ്റാൻ പറ്റുന്നതല്ല അല്ലെ മനുഷ്യന്റെ സ്വഭാവം എന്ന് പറയുന്നത്. അവർ മാനേജ് ചെയ്യുന്ന കാര്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകളാണ്. ഒരു മെഷീൻ നമ്മൾ പറയുന്ന പോലെ ഏത് സമയത്ത് സ്വിച്ച് ഓൺ ചെയ്യാനും സ്വിച്ച് ഓഫ് ചെയ്യാനും ഏത് മോഡിലേക്ക് മാറ്റാനൊക്കെ നമുക്ക് കൃത്യമായിട്ട് പറ്റും. പക്ഷെ മനുഷ്യന്റെ സ്വഭാവം, നീ ഇപ്പൊ ചിരിക്കണം, ഇപ്പൊ ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കോ? നീ ഇപ്പൊ കരയണം എന്ന് പറഞ്ഞാൽ കരയോ? ഇനി അഭിനയിച്ച് കാണിക്കാൻ പറ്റും അല്ലെ. പക്ഷെ നമുക്ക് ഓരോ മനുഷ്യന്റെ സ്വഭാവം ഇങ്ങനെ കൺട്രോൾ ചെയ്യാനൊന്നും സാധിക്കില്ല അല്ലെ. എല്ലാവരും വ്യത്യസ്തരാണ്, ആരെയും ഒന്നും കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ മെഷീൻസിനെ പോലെയല്ല ആര് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുന്നത് അല്ലെ, റിസോഴ്സസ് എന്ന് പറയുന്നത്. തൊഴിലാളികളെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടായ ഒരു ജോബ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അല്ലെ, മെഷീൻസിനെ പോലെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് മാറ്റാനൊന്നും സാധിക്കില്ല. They therefore need tactful handling by management personnel. Tactful handling എന്താണ്? പ്രത്യേകമായ രീതിയിൽ അത് ഹാൻഡിൽ ചെയ്താൽ മാത്രമേ ഓരോ വ്യക്തികളെയും പേഴ്സണൽ ആയിട്ട് തന്നെ മാനേജ് ചെയ്താൽ മാത്രമേ ഒരു ഓർഗനൈസേഷൻ നമുക്ക് ആ ഒരു മാൻ പവർ വേണം. ഏതൊരു ഓർഗനൈസേഷനും എന്താണ് മാൻ പവർ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് അല്ലെ. മനുഷ്യ വിഭവശേഷി ഇല്ലാതെ ഒരു കാര്യം നമുക്ക് നടക്കില്ല. മെഷീൻസ് മാത്രമായിട്ട് ഒരു ഓർഗനൈസേഷനും എന്താണ് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും വളരെ സൂക്ഷിച്ചു വേണം. ഏറ്റവും വലിയൊരു ഇമ്പോർട്ടന്റ് ആയ ഒരു ജോബ് തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. Manpower management is the most pivotal job because managing people is the heart and essence of being a manager. എന്താണ് മാൻപവർ മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലിയാണ് അല്ലെ. കാരണം എന്താണ്? ആളുകളെ നിയന്ത്രിക്കുന്നതും അപ്പൊ ഈ മനുഷ്യരെയൊക്കെ, ഈ തൊഴിലാളികളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റിന്റെ ആ സിറ്റുവേഷൻ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തോരം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഓരോ തൊഴിലാളികളെയും ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത്. അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെ. ഒരു ഓർഗനൈസേഷൻ ആകുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പൊ എന്താണ്? മാൻപവർ മാനേജ്മെന്റ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്നിവിടെ പറയുന്നത്. അതായത് ആളുകളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. അപ്പൊ അത് കൺട്രോൾ ചെയ്യുന്ന ആ ഒരു മാനേജറുടെ പവർ ആണ് അല്ലെ. അത് മനുഷ്യവിഭവശേഷി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു മാനേജറുടെ പവർ അനുസരിച്ചായിരിക്കും ആ ഓർഗനൈസേഷൻ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അത് കൺട്രോൾ ചെയ്യുന്ന ആൾക്കും വലിയ പവർ ഒന്നും ഇല്ലെങ്കിൽ എന്താണ് ആ ഓർഗനൈസേഷൻ വെറുതെ പൊളിഞ്ഞു പോകത്തുള്ളൂ അല്ലെ. ആരെയും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, മെഷീൻ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ഹ്യൂമൻ റിസോഴ്സിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത മാനേജർ ആണെങ്കിൽ എന്താണ് ആ ഓർഗനൈസേഷൻ പൊളിഞ്ഞു പോകും. അപ്പൊ അവരുടെയൊക്കെ ആവശ്യങ്ങൾ കണ്ടെത്തി അവർക്ക് ആവശ്യപ്പെട്ട സാലറികള് ബെനിഫിറ്റ്സുകളൊക്കെ കൊടുത്ത് അവരുടെ അവർക്ക് കൂടുതൽ ഒരു നല്ലൊരു എൻവയോൺമെന്റ് ഉണ്ടാക്കി കൊടുത്താൽ മാത്രമേ ചിലപ്പോന്നല്ല ഏതൊരു തൊഴിലാളികളും അവർ സ്ഥാപനത്തിൽ ജോലി ചെയ്യുള്ളൂ. അല്ലെങ്കിൽ അവരതിൽ നിന്ന് പിരിഞ്ഞു വരും. അപ്പൊ അത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആ മാനേജറുടെ കഴിവാണ്. അപ്പൊ ഹ്യൂമൻ റിസോഴ്സ് മാനേജ് ചെയ്യുന്ന ഒരാളുടെ കഴിവാണ് തന്റെ തൊഴിലാളികളെ തന്റെ സ്ഥാപനത്തെ മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ. ഓക്കെ, it is concerned with any activity that relates the human elements or relations in an organization unless the human element is taken into consideration. A business cannot succeed. എന്താ പറയുന്നത്? ഒരു ഓർഗനൈസേഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട എലമെന്റ്, ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് എന്താണ്? ഹ്യൂമൻ എലമെന്റ് തന്നെയാണ് അല്ലെ. ഹ്യൂമൻ റിസോഴ്സസ് തന്നെയാണ്. അവരില്ലാതെ ഒരു ഓർഗനൈസേഷനോ ബിസിനസ്സോ സക്സസ് ആവില്ല അല്ലെ. എന്തൊക്കെ തരത്തില് എങ്ങനെ മെഷീൻസ് മാത്രമായിട്ട് നമുക്ക് ഒരു സ്ഥാപനം തുടങ്ങാനൊന്നും സാധിക്കില്ല അല്ലെ. മാൻ പവർ ഇല്ലാതെ ഒരു ആക്ടിവിറ്റീസും അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. ഒരു ബിസിനസ്സും സക്സസ് ആവില്ല.
ഏത് ബിസിനസ്സിലാണെങ്കിലും അവിടെ എന്തുണ്ടായിരിക്കും? ഇമ്പോർട്ടന്റ് ഘടകം എന്ന് പറയുന്നത് മനുഷ്യർ തന്നെയാണ്, അല്ലെ? തൊഴിലാളികൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ അവരില്ലാതെ ഒരു ബിസിനസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കില്ല, അത് സക്സസ് ആവുകയും ഇല്ല. ഓക്കെ, അത് ഇപ്പൊ നമ്മൾ പറഞ്ഞത് മുഴുവൻ ഒരു ഇൻട്രൊഡക്ഷൻ ഭാഗമാണ് കണ്ടോ. എന്തെങ്കിലും മനസ്സിലായോ? യെസ്, ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ പിള്ളേര്. ഒന്നതായിട്ട് പറഞ്ഞല്ല കേട്ടോ. ആ, ഓരോ ചാപ്റ്ററാന്ന് നമുക്കറിയാം, പക്ഷെ പറയാതെ നിവർത്തിയില്ലല്ലോ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ആ ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്നും കൂടി ക്ലാസ് കഴിഞ്ഞിട്ട് വായിച്ചു നോക്കണം കേട്ടോ. അപ്പൊ ഒന്നും കേട്ട് മനസ്സിലാവും. ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ്, പ്രാധാന്യം എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ്? ഇവിടെ 3 സ്റ്റാൻഡേർഡ് പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ്, 3 പ്രധാനപ്പെട്ട പോയിന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് മനുഷ്യ വിഭവശേഷിയുടെ പ്രാധാന്യത്തെ കുറിച്ച് ഇവിടെ വ്യക്തമാക്കുന്നത്. ഓക്കെ, there are 3 സ്റ്റാൻഡ് പോയിന്റ്സ്. ഒന്നാമത്തെ ഇമ്പോർട്ടൻസ് എന്താണ്? സോഷ്യൽ സിഗ്നിഫിക്കൻസ്, പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ്, സിഗ്നിഫിക്കൻസ് ഫോർ ഇൻഡിവിജ്വൽ എന്റർപ്രൈസ്. ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ്. ഇമ്പോർട്ടൻസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. നോക്കാം. സോഷ്യൽ സിഗ്നിഫിക്കൻസ്, സാമൂഹ്യമായിട്ടുള്ള പ്രാധാന്യം എന്തൊക്കെയാണ്? Proper management of personal increase their dignity by satisfying their social needs. സാമൂഹ്യപരമായിട്ടുള്ള പ്രാധാന്യം എന്താണ് ഒരു ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റില്? പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ. പേഴ്സണൽ ഉദ്ദേശിക്കുന്നത് ആരാണ്? എംപ്ലോയീസിനെയാണ് കേട്ടോ. പേഴ്സണൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എംപ്ലോയീസിനെയാണ്. ഇൻക്രീസ് ദെയർ ഡിഗ്നിറ്റി ബൈ സാറ്റിസ്ഫൈങ് ദെയർ സോഷ്യൽ നീഡ്സ്, അല്ലെ? അവർക്ക് സമൂഹത്തിൽ എന്താണ് അവരുടെ സോഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ, അല്ലെ? അവരുടെ മാന്യത, ഡിഗ്നിറ്റി എന്താണ്? അവരുടെ അന്തസ്, അവരുടെ മാന്യതയൊക്കെ നിലനിൽക്കുന്ന രീതിയിലായിരിക്കണം. അവരുടെ പേഴ്സണാലിറ്റിക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും വരാതിരിക്കണം, അല്ലെ? അതിൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മാത്രമായിരിക്കണം ഹ്യൂമൻ റിസോഴ്സ് ഒരു ഓർഗനൈസേഷനിലെ തൊഴിലാളികളെ നമ്മൾ മാനേജ് ചെയ്യേണ്ടത്. പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ ഇൻക്രീസ് ദെയർ ഡിഗ്നിറ്റി, അവർക്ക് സമൂഹത്തിൽ നല്ല എന്താണ് വിലയും നിലയും അന്തസ്സൊക്കെ ഉള്ള ഒരു അവർക്ക് ഇമ്പോർട്ടൻസ് അതിൽ കൊടുത്തിരിക്കുക. ദെൻ അവരുടെ സോഷ്യൽ നീഡ്സുകൾ, സാമൂഹ്യപരമായിട്ടുള്ള ആവശ്യങ്ങള്, വ്യക്തികളുടെ ശരിയായിട്ടുള്ള ആവശ്യങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കുക, അല്ലെ? അതിനായിരിക്കണം ആദ്യത്തെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർ ആയിട്ട് അവരെ മാനേജ് ചെയ്യാനും അവരുടെ അന്തസ്, അല്ലെ, ഡിഗ്നിറ്റി നോക്കുവാനും, അതുപോലെ തന്നെ എന്താണ് സാറ്റിസ്ഫൈങ് ദർ സോഷ്യൽ നീഡ്സ്, അവരുടെ സാമൂഹികപരമായിട്ടുള്ള ആവശ്യങ്ങള് എന്താണ് നിറവേറ്റാനും ചെയ്യുന്നതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് ആയിട്ട് അവിടെ പറയുന്നത്. സോഷ്യൽ സിഗ്നിഫിക്കൻസ് എന്നുള്ളത് സാമൂഹ്യപരമായിട്ടുള്ള പ്രാധാന്യത്തിൽ ഉൾപ്പെടുന്നതാണ് എന്ത്? അവരുടെ അന്തസ്സ് നിലനിർത്തുക, അവരുടെ സോഷ്യൽ ആയിട്ടുള്ള ആവശ്യങ്ങൾ നിലനിർത്തുക എന്ന് പറയുന്നത്. ഓക്കെ, ഇനി പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് തൊഴിൽപരമായിട്ടുള്ള പ്രാധാന്യം എന്താണ്? By facilitating healthy working environment. By facilitating healthy working environment, it promotes teamwork in the employees. അല്ലെ? പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസ് എന്താണ്? ചെയ്യുന്ന ജോലിയിലുള്ള ഒരു വൈദഗ്ധ്യം, അല്ലെ? ആ ജോലിക്ക് ഉണ്ടാവേണ്ട, ചെയ്യുന്ന ജോലിയോടുള്ള എന്തുണ്ടായിരിക്കണം? ആ ജോലിയില് നല്ലൊരു എൻവയോൺമെന്റ്, വർക്കിംഗ് എൻവയോൺമെന്റ് ആദ്യം തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ്, അല്ലെ? ഫെസിലിറ്റേറ്റിംഗ് ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ്, എല്ലാ ഫെസിലിറ്റീസും എന്താണ് നല്ല രീതിയിലുള്ള അന്തരീക്ഷം ചുറ്റപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ നല്ലൊരു അന്തരീക്ഷം കൊടുക്കുകയാണെങ്കിൽ എന്താണ്? ഇറ്റ് പ്രൊമോട്ട്സ് ടീം വർക്ക് ഇൻ ദ എംപ്ലോയീസ്. നല്ല ഫെസിലിറ്റീസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഓർഗനൈസേഷനിലെ തൊഴിലാളികൾ എന്താണ് നല്ല ടീം വർക്ക്, അല്ലെ? നല്ല സംഘടനാപരമായിട്ട് തന്നെ അല്ലെങ്കിൽ ഒത്തൊരുമയോടെ തന്നെ അവരെന്താണ് വർക്ക് ചെയ്യും. ഓക്കെ, അപ്പോ പ്രൊഫഷണൽ ആയിട്ടുള്ള സിഗ്നിഫിക്കൻസ് കൂടി ഉൾപ്പെടുത്തിയാൽ മാത്രമേ ഹ്യൂമൻ റിസോഴ്സ് നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്താണ്? ബൈ ഫെസിലിറ്റേറ്റിംഗ് ഹെൽത്തി വർക്കിംഗ് എൻവയോൺമെന്റ്.
നല്ല വർക്കിംഗ് കൃത്യമായിട്ട് നല്ല ഫെസിലിറ്റീസ് ഒക്കെ അടങ്ങിയ എൻവയോൺമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എന്താണ് അവർ നല്ല രീതിയിൽ ടീം വർക്കോട് കൂടി തന്നെ എന്താണ് നല്ല രീതിയിൽ അവർ പെർഫോം ചെയ്യുന്നതായിരിക്കും. Then significance for individual enterprise. എന്താണ് individual enterprise? It can help the organization in fulfilling its goals by creating right attitude among the employees through effective motivation. ഇനി ഓരോ ഇൻഡിവിജ്വൽസിലും എന്തെല്ലാം പ്രാധാന്യം കൊടുക്കേണ്ടി വരാം? It helps ഓർഗനൈസേഷൻ ഫുൾഫില്ലിംഗ് ഗോൾസ്, ഒരു ഓർഗനൈസേഷന്റെ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായിട്ട് എന്താണ് എങ്ങനെയുള്ള എംപ്ലോയീസിലായിരിക്കണം? റൈറ്റ് ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം അല്ലെ. നല്ല രീതിയിലുള്ള മനോഭാവം ഉണ്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ അവർക്ക് മോട്ടിവേഷൻസ് കൊടുക്കുക അല്ലെ, അവർക്ക് കൂടുതൽ പ്രചോദനം കൊടുത്താൽ മാത്രമേ, നല്ല ആറ്റിറ്റ്യൂഡ്സ് അവരിൽ ഉണ്ടായാൽ മാത്രമേ എന്താണ് ആ ഓർഗനൈസേഷൻ എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടാവുകയുള്ളൂ അല്ലെ. അല്ലാതെ മോശമായ ബിഹേവിയർ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ വെച്ചിട്ടാണ് പെരുമാറുന്നതെങ്കിൽ എന്താണ് ആ ഓർഗനൈസേഷനിൽ അവർക്ക് അതിൽ വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷൻ അവരെ കൊണ്ട് യാതൊരുവിധ ഗുണങ്ങളും ഉണ്ടായിരിക്കില്ല. എന്താണ് creating right attitude among the employees through effective motivations. Okay, അപ്പോ എന്താണ് നല്ല മനോഭാവമുള്ള തൊഴിലാളികൾക്ക് മാത്രമേ നല്ല രീതിയിൽ എന്താണ് എഫക്റ്റീവ് ആയിട്ട് അവിടെ ആ തൊഴിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്, എന്തൊക്കെ പ്രാധാന്യങ്ങളാണ് പ്രധാനമായും നോക്കേണ്ടത്? സോഷ്യൽ സിഗ്നിഫിക്കൻസ് നോക്കണം അല്ലെ. ആ സോഷ്യൽ സിഗ്നിഫിക്കൻസിൽ എന്തെല്ലാം ഉൾപ്പെടുന്നു? പ്രോപ്പർ മാനേജ്മെന്റ് ഓഫ് പേഴ്സണൽ ഇൻക്രീസ് their dignity by satisfying their social needs. അവരുടെ മാന്യതയും അതുപോലെ അവരുടെ സാമൂഹികപരമായ ആവശ്യങ്ങളും നിറവേറ്റുന്ന തരത്തിലായിരിക്കണം അല്ലെ. പ്രോപ്പർ ആയിട്ട് ഓരോ പേഴ്സൺസിനെ മാനേജ് ചെയ്യുന്ന തരത്തിലായിരിക്കണം. അവർക്ക് അത് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കണം. അവരുടെ മാന്യതക്കല്ല ഒരു തൊഴിലാളിക്ക് പോലും എന്താണ് മോശമായ യാതൊരു അനുഭവങ്ങളും ഉണ്ടാവാൻ പാടില്ല അല്ലെ. അവരുടെ ആ ഡിഗ്നിറ്റി കളയുന്ന തരത്തിലായിരിക്കരുത് ആ ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യേണ്ടത്. പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു? പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസില് by facilitating healthy working environment, it promotes teamwork in the employees. ഇങ്ങനെയാണ് പ്രൊഫഷണൽ സിഗ്നിഫിക്കൻസിൽ എന്തൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടത്? അവർക്ക് വർക്ക് ചെയ്യുന്ന എൻവയോൺമെന്റ് അല്ലെ, ഹെൽത്തി ആൻഡ് ഫെസിലിറ്റേറ്റിംഗ് എൻവയോൺമെന്റ് ആയിരിക്കണം അവർക്ക് കൊടുക്കേണ്ടത്. അപ്പൊ എന്താണ് ടീം വർക്ക് പ്രൊമോട്ട് ചെയ്യുന്നതില്, എംപ്ലോയീസിന്റെ ടീം വർക്ക് പ്രൊമോട്ട് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായകമായിരിക്കും. സിഗ്നിഫിക്കൻസ് ഓഫ് ഇൻഡിവിജ്വൽ എന്റർപ്രൈസ് അല്ലെ, ഓരോ പേഴ്സൺ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ പേഴ്സൺസിന് അല്ലെ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും? Can help organization in fulfilling its goals. ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിന് എങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് ആയിരിക്കണം? ക്രിയേറ്റിംഗ് റൈറ്റ് ആറ്റിറ്റ്യൂഡ് അല്ലെ. അവർക്ക് കൃത്യമായ മോട്ടിവേഷൻസ് ഒക്കെ കൊടുത്ത് നല്ല രീതിയിലുള്ള മനോഭാവമുള്ള എംപ്ലോയീസ് ആയിട്ട് മാറ്റുന്നത്. എങ്കിൽ മാത്രമേ ആ ഓർഗനൈസേഷന്റെ ഗോൾസുകൾ അച്ചീവ് ചെയ്യാനായിട്ട് ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, അപ്പൊ ഈ ഭാഗം ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഇമ്പോർട്ടന്റ് എന്നൊന്ന് എഴുതി വെച്ചോളൂ കേട്ടോ. INB. ഓക്കെ, എഴുതി. ഇതും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഇവിടെ പേഴ്സണൽ മാനേജ്മെന്റ് വേഴ്സസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. അപ്പോ എന്താണ് പേഴ്സണൽ മാനേജ്മെന്റ്? അതായത് ഇതൊരു പഴയ ടൈമാണ്, ഓൾഡസ്റ്റ് ആയിട്ടുള്ള ആശയമാണ് പേഴ്സണൽ മാനേജ്മെന്റ് എന്നത്. പക്ഷെ ഇപ്പോഴാണ് അത് ഹ്യൂമൻ റിസോഴ്സസ്, ഇത് സെയിം തന്നെ കേട്ടോ, സെയിം തന്നെയാണ്, പേര് മാറ്റം വന്നതേ അല്ലെ. എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന രീതിയിൽ അത് മാറി. ഓക്കെ, ഇത് ഓൾഡസ്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, ഇത് ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്. പക്ഷെ രണ്ടും ഒന്ന് തന്നെയാണ്, ഒരേ ആശയങ്ങൾ തന്നെയാണ് മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അതിലെന്താണ് കുറച്ച് വ്യത്യസ്തതകളുണ്ട്. അപ്പൊ പേഴ്സണൽ മാനേജ്മെന്റ് വേഴ്സസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ്? ഇവിടെ PM എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? പേഴ്സണൽ മാനേജ്മെന്റ്. HRM ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. ഓക്കെ, പേഴ്സണൽ മാനേജ്മെന്റ് വേഴ്സസ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ്. പേഴ്സണൽ മാനേജ്മെന്റിലെ മാനേജ്മെന്റ് ഓഫ് മെഷീനറി ഓപ്പറേറ്റേഴ്സ്
പേഴ്സണൽ മാനേജ്മെന്റിൽ ആദ്യം എങ്ങനെയായിരുന്നു? മാനേജ്മെന്റ് ഓഫ് മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു. Then ഇവിടെ എങ്ങനെയാണ്? HRM-ൽ വരുമ്പോ എങ്ങനെയാണ്? കൺസേൺഡ് വിത്ത് ഡിസിഷൻ മേക്കേഴ്സ് ആണ്. അതായത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഇവിടുത്തെ കാര്യങ്ങള് ഡിസിഷൻസ് ഒക്കെ തീരുമാനിക്കുന്നത്. ഇവിടെ മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആയിരുന്നു എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്തിരുന്നത്. HRM-ൽ വരുമ്പോൾ എങ്ങനെയാണ്? ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറയുന്നത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. കൺസേൺ വിത്ത് ഡിസിഷൻ മേക്കേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഹെഡ്, ഏറ്റവും ഹയസ്റ്റ് പൊസിഷനിലുള്ളവരാണ് ഇവിടെ ഡിസിഷൻ തീരുമാനങ്ങൾ എടുക്കുന്നത്. PM എന്ന് പറഞ്ഞാൽ എന്താണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ്. പേഴ്സണൽ മാനേജ്മെന്റിന്റെ കാലത്ത് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ട്രേഡ് യൂണിയൻസും അതുപോലെ തന്നെ റിലേഷൻഷിപ്പ് മാനേജ്മെന്റും തമ്മിലായിരുന്നു. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയൻസിലെ തൊഴിലാളികളുടെ യൂണിയൻസുകളില്ലേ, കണ്ടിട്ടില്ലേ നമ്മള്? തൊഴിലാളി യൂണിയനുകള്, പേരുകൾ കിട്ടുന്നില്ല. തൊഴിലാളി യൂണിയനുകൾ ഏതൊക്കെയാണോ? യൂണിയൻ സംഘടന, തൊഴിലാളി സംഘടനകൾ ഏതൊക്കെയാ? INTUC അങ്ങനെയൊക്കെ അല്ലെ. തൊഴിൽപരമായിട്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് കുറച്ച് സംഘടനകളുണ്ട് അല്ലെ. അപ്പോ പേഴ്സണൽ മാനേജ്മെന്റിൽ ആദ്യം എങ്ങനെയായിരുന്നു? KSKTU. എങ്ങനെയാണ്? മാനേജ്മെന്റും ട്രേഡ് യൂണിയൻസും തമ്മിലായിരുന്നു അവിടെ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്. ഇവിടെ HRM-ൽ എങ്ങനെയാണ്? ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിൽ എങ്ങനെയാണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ് അല്ലെ. തൊഴിലാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ റിലേഷൻഷിപ്പിലാണ് അല്ലെ. തൊഴിലാളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അവര് തമ്മിലാണ്. ഇവിടെ എങ്ങനെയാണ്? ട്രേഡ് യൂണിയൻസും മാനേജ്മെന്റും തമ്മിലായിരുന്നു പേഴ്സണൽ മാനേജ്മെന്റിൽ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നത്. ഇവിടെ എങ്ങനെയാണ്? HRM-ൽ വരുമ്പോൾ എന്താണ്? തൊഴിലാളികളും തമ്മിൽ എങ്ങനെയാണ് റിലേഷൻഷിപ്പ് അവിടെ വരുന്നത്. Then management of lower level staff. പേഴ്സണൽ മാനേജ്മെന്റിൽ എങ്ങനെയുള്ളതാണ് മാനേജ് ചെയ്യുന്നത്? മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫുകളാണ് അത് മാനേജ് ചെയ്തിരുന്നത്. Then ഇവിടെ എങ്ങനെയാണ്? മാനേജ്മെന്റ് ഓഫ് ഓൾ ലെവൽ ഓഫ് സ്റ്റാഫ്. എല്ലാ സ്റ്റാഫുകളും ഒരേപോലെ തന്നെയാണ് മാനേജ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. Then പേഴ്സണൽ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഓൾഡ് കോൺസെപ്റ്റ് ആണ്, ഇതൊരു പഴയ ആശയമാണ്. HRM എന്ന് പറയുന്നതോ ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് ആണ്, ഇതൊരു പുതിയ ആശയമാണ്. ഓക്കെ, യെസ്. അതായത് ഇവിടെ എന്താ പറയുന്നത്? ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാരും ഇവിടെ എല്ലാ ലെവലും ഒരേപോലെയാണ്, എല്ലാ തൊഴിലാളികളും ഒരേപോലെയാണ്. പക്ഷെ ഇവിടെ എങ്ങനെയാണ്? ലോവർ ലെവൽ സ്റ്റാഫുകളാണ്. ഇവിടെ എന്താണ്? ഇവിടെ ഡിസിഷൻസ് തീരുമാനിക്കുന്നത് ആരാണ്? ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് ഇവിടെ തീരുമാനങ്ങൾ എടുത്തിരുന്നത്. ഇവിടെ എങ്ങനെയാണ്? മെഷീൻ ഓപ്പറേറ്റേഴ്സ് ആണ് അവിടുത്തെ കാര്യങ്ങൾ മാനേജ് ചെയ്തിരുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ എന്താണ് അത്? ഡിസിഷൻസ് ആരാണ് എടുത്തിരുന്നത്? ഡിസിഷൻ മേക്കേഴ്സ് അഥവാ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്സിലെ ഉദ്യോഗസ്ഥരാണ് HRM-ല് തീരുമാനങ്ങൾ, ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. ഇവിടെ ആരൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് പേഴ്സണൽ മാനേജ്മെന്റിൽ പറയുന്നത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് ട്രേഡ് യൂണിയൻസ്. ട്രേഡ് യൂണിയനും മാനേജ്മെന്റും തമ്മിലാണ് ഇവിടെ റിലേഷൻഷിപ്പ് വരുന്നത്. എവിടെ? പേഴ്സണൽ മാനേജ്മെന്റില്. HRM-ൽ എങ്ങനെയാണ് വരുന്നത്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എംപ്ലോയർ ആൻഡ് എംപ്ലോയീസ്. ERM-ൽ എങ്ങനെയാണ്? മാനേജ്മെന്റ് ഓഫ് ലോവർ ലെവൽ സ്റ്റാഫ്. Then management of all level staff. Then this is a personal management എന്ന് പറയുന്നത് oldest concept and HRM is latest concept. Okay. എത്ര പേജസ് ഉണ്ടെന്ന് എണ്ണി നോക്കിയായിരുന്നോ? പത്ത് പേജോ? 10 പേജുള്ള? 10 ഒന്നല്ലടോ, 10-ക്കുള്ളിലുണ്ട്. കുറെ ഉണ്ട്. 20-22 ചാപ്റ്റേഴ്സ് പേജസ് ഉണ്ട്. ഓക്കെ,
ഇവിടെ വരെ മതിയിട്ട് ഒന്ന് അടുത്ത ഭാഗങ്ങൾ വായിച്ചു നോക്കണേ. ഓക്കെ, സർപ്രൈസ് പിന്നെ പറയാം. ആ 2 പേജസിൽ ഇങ്ങനെ വരുമ്പോൾ പ്രിന്റ് വരുമ്പോ 10 പേജ് ഉണ്ടാവുള്ളൂ. ശരിയാക്കാം. ചുമ്മാ പറഞ്ഞല്ല ജോബി, പിന്നെ പറയാം. സർപ്രൈസ് സർപ്രൈസ്. ഓക്കെ ബൈ, താങ്ക് യു. പിന്നെ പറയാം. ടെക്സ്റ്റിലൊന്നുമില്ല, നിങ്ങളോട്